Oh my god. നിനക്കൊരു സംഭവം കാണണോ? ഈ ഡോറ് തനിയെ തുറക്കുകയും അടയുകയും ചെയ്യുന്നു. പാറക്കല്ല് പോലെ ഇരിക്കുക. ഇനി ഇത് എത്ര കവറാ? നോക്കിയോ. അമ്മാതിരി അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തായാലും ഷാമിലിൻ്റെ ഫാമിലിക്ക് ഒരു വലിയ നന്ദി എന്ന് പറഞ്ഞാൽ ഞാൻ വെറുതെ പറയുന്നില്ല, ഇത് അത്രയും അടിപൊളി കേട്ടോ. കൊറോണ സമയത്ത് ഞങ്ങളൊക്കെ ഒരുമിച്ചുള്ള സമയത്ത് ഞാൻ ഈ ഡ്രിമ്മർ വെച്ചിട്ട് അച്ഛൻ്റെ മുടി ഇങ്ങനെ താടിയും മുടിയൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുമായിരുന്നു. അയ്യോ, ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. എനിക്കും ഹാപ്പിയാണ്, സുഖമാണ്, കുഴപ്പമില്ല. സുഖം, ഒരു ചെറിയ ജലദോഷവും ഒരു പനിയോ അങ്ങനെ എന്തൊക്കെയോ വരുന്നുണ്ട്. ആ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഞാനങ്ങ് ലീവ് എടുത്തു കേട്ടോ. ഇന്ന് ബുധനാഴ്ചയാണ്. രാവിലെ ആയപ്പോൾ എനിക്ക് ഒട്ടും ഒരു എന്തോ മൊത്തം ശരീരത്തിൻ്റെ ഒരു ക്ഷീണം, ഒരു തല കറക്കം പോലെ, തലവേദനയൊക്കെ പോലെ. അപ്പോൾ അതുകൊണ്ടങ്ങ് ലീവ് എടുത്തു. അല്ലെങ്കിൽ ഞാൻ കുറച്ച് വീഡിയോസ് ഒന്ന് ചെയ്ത് വരാൻ നോക്കുമ്പോഴത്തേക്കും ഒരു പനിയോ ഒരു കുന്തോ വന്ന് എന്നെ അങ്ങ് ഡൗൺ ആക്കും. ഇന്നാളും ഇതുപോലായിരുന്നു. ഒന്ന് കയറി നല്ലപോലെ വീഡിയോ ഒക്കെ ചെയ്ത് വന്നുകൊണ്ടിരുന്നു. അപ്പോൾ പെട്ടെന്ന് പനി വന്ന് പിന്നെ അങ്ങ് മടുപ്പായി. 2 ദിവസമായി, 3 ദിവസമായി, പിന്നെ വീഡിയോ എടുക്കാതായി. ഇതിപ്പോൾ ഒരു 2-3 ദിവസമായിട്ട് ഞാൻ ഒരാഴ്ചയായിട്ടാണെന്ന് തോന്നുന്നു ഞാൻ വീഡിയോസ് കണ്ടിന്യൂസ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതാ വീണ്ടും ഇങ്ങനെ. ഇപ്പോൾ 2ാമത്തെ വട്ടമാണ് ഞാനിവിടെ വന്നിട്ട് എനിക്ക് പനി വരുന്നത്. ഇപ്പോൾ ഒരു കൊല്ലമായി, 1 കൊല്ലം കഴിഞ്ഞ് ഞാൻ വന്നിട്ട് 2ാമത്തെ വട്ടമാണ് ഈ പനി വരുന്നത്. സാധാരണ അങ്ങനെ പനി ജലദോഷമൊക്കെ വരാറുണ്ട്, ബട്ട് അങ്ങനെ വലിയ പനിയൊന്നും വരാറില്ലായിരുന്നു എനിക്ക്. ഞാൻ അധികം അങ്ങനെ മരുന്ന് യൂസ് ചെയ്യുന്നു, മെഡിസിൻസ് അങ്ങനെ അധികം യൂസ് ചെയ്യാറുമില്ല. അധികം വന്നിട്ടില്ല, വേറെ വലിയ വിഷയങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ വരുമായിരിക്കാം, വരാതൊന്നും ഇരിക്കത്തില്ലേ, മനുഷ്യനല്ലേ, നമ്മളെല്ലാം വെട്ടിയറിഞ്ഞ് തിന്നുന്നതല്ലയോ, വരും. പിന്നെ അപ്പോൾ ഞാൻ വിചാരിച്ചേ, ഞാനിങ്ങനെ ഇത്രയായി, ഇപ്പോൾ 12 മണിയായി. അപ്പോൾ ഇത്രയും നേരം ഒന്ന് കിടക്കുമായിരുന്നു. കിടന്നിട്ട് എനിക്ക് എന്തോ കുറച്ചൊന്ന് മയങ്ങി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച് അപ്പോൾ എന്തായാലും വെറുതെ കിടക്കുക, അപ്പോൾ ഒരു വീഡിയോ എങ്കിലും എടുത്തേക്കാം എന്ന് കരുതി. നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരു വീഡിയോ ചെയ്തേക്കാമെന്ന് കരുതി. അപ്പോൾ എന്തെന്നായാലും ഞാനൊന്ന് ഭൂമിയിലേക്ക് ഇറങ്ങട്ടെ. ഇപ്പോൾ 2ാമത്തെ നിലയിലെ കട്ടിലിരിക്കുകയല്ലേ. ഞാൻ AC ഒന്നും ഇട്ടിട്ടില്ല, കാര്യം ഈ ഒരു ജലദോഷവും തലവേദനയൊക്കെ ഉള്ളതുകൊണ്ട് AC കിടന്നാൽ എനിക്കതെന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ. അതുകൊണ്ട് ഞാൻ AC ഓഫാക്കി ജനലൊക്കെ തുറന്നിട്ടേക്കുകയാണ്. പിന്നെ ഇന്നലെ നമുക്കിവിടെ റൂമിൽ ഒരാൾ നാട്ടിൽ നിന്ന് വന്നായിരുന്നു. അപ്പോൾ പുള്ളി കുറച്ച് ബീഫ് കൊണ്ടുവന്ന് ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് പോയിട്ട് അതൊന്ന് എടുത്ത് ഇതാക്കി വെക്കാം. കാര്യം അപ്പോൾ അവർ ബാക്കിയുള്ളവരൊക്കെ കഴിക്കാൻ വരുന്ന സമയത്തേക്ക് വേണമെങ്കിൽ അവർക്ക് ചൂടാക്കി എടുത്ത് കഴിക്കാമല്ലോ. ഫ്രീസറിൽ നിന്ന് അതൊന്ന് എടുത്ത് വെളിയിലോട്ട് വെക്കാം. വാ. അയ്യോ, വാ. അപ്പോൾ നമ്മൾ ഫ്രീസറിൽ ഇരിക്കുക ബീഫ്. ഈ ഫ്രീസറിൽ വെച്ചിരുന്നുണ്ടല്ലോ, ഇതങ്ങ് കല്ല് പോലെ ആവും. പാറക്കല്ല് പോലെ ഇരിക്കുക. ഇനി ഇത് എത്ര കവറാ? നോക്കിയോ. ശരി, സാധനം കുറച്ചുണ്ട് കേട്ടോ, ക്വാണ്ടിറ്റി ഉണ്ടെന്ന് തോന്നുന്നു. ഒന്ന് ചൂടാക്കി സംഭവം ഉണ്ട്, കൊള്ളാം. കണ്ടില്ലേ, നാട്ടിൽ നിന്നും ബീഫ് ദുബായിലേക്ക് എത്തിക്കുന്നു. ആക്ച്വലി ഉണ്ടല്ലോ, ഇത് കുറച്ച് നേരം എനിക്കൊന്ന് ഇത് ഈ ഫോയിൽ ഉണ്ടല്ലോ, നമുക്ക്
വെള്ളത്തിലോട്ട് മുക്കി വെച്ചിരുന്നാലോ എന്നിങ്ങനെ ആലോചിക്കുക. അപ്പോൾ കുറച്ച് പെട്ടെന്ന് ചിലപ്പോൾ മാറി കിട്ടും ഇതിൻ്റെ ആ ഒരു കട്ടി ഫ്രീസ്. കുറച്ച് വെള്ളം പിടിച്ച് അങ്ങനെ വെച്ചേക്കാം. അപ്പോൾ ഇതൊരു പെട്ടെന്ന് ചിലപ്പോൾ ഒന്ന് ഐസ് മാറി കിട്ടും കേട്ടോ. ഐസ് മാറി കിട്ടിയാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് ഞാനാണെങ്കിൽ ഇതിനകത്ത് കുറച്ചുകൂടെയൊക്കെ നമ്മുടേതായിട്ട് കുറച്ചുകൂടെ എരിയും എന്താ പറയുക കുറച്ച് അതിന് വേണ്ട കുറച്ച് എന്താ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ എന്താ അതിന് ഇടേണ്ട എക്സ്ട്രാ ഇടേണ്ടതെന്ന് വെച്ചാൽ അത് കുറച്ചുകൂടെയൊക്കെ ഇട്ട് ഒന്ന് സെറ്റാക്കി ചൂടാക്കി നല്ലപോലെ എടുത്ത് കഴിക്കണം എന്നാണ് എനിക്കുള്ള ഒരു ഇത്. പിന്നെ ഇപ്പോൾ എല്ലാവരും അത് ചെയ്യുമോയെന്ന് എനിക്കറിയത്തില്ല വരുന്നവർ. നമുക്ക് നോക്കാം, ഞാൻ നോക്കാം. എനിക്ക് ഒരു തലയ്ക്ക് ചെറിയൊരു തലവേദന ഉള്ളതുകൊണ്ട് എന്നാലും ഇതൊന്ന് കുറച്ച് നേരം കഴിയട്ടെ നോക്കട്ടെ. ഇത് കട്ടി മാറി കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ 1 മണിക്ക് മുമ്പ്, ഇപ്പോൾ എത്ര 12 മണിയായി, 1 മണിക്ക് മുമ്പ് അതായത് ഒരു 12:30 ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ കട്ടിയൊക്കെ മാറി കിട്ടുകയെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ അതെടുത്ത് ഫുള്ള് മൊത്തത്തിൽ ഒന്ന് ചൂടാക്കി കുറച്ച് എരിയോ പുളിയോ ഉപ്പോ എന്തെങ്കിലുമൊക്കെ ചേർക്കാനുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കുറച്ചുകൂടെ ഒന്ന് അടിപൊളിയാക്കി കുറച്ചുകൂടെ ഒന്ന് ഡ്രൈ ഫ്രൈ ആക്കി, ഒരുപാട് ഡ്രൈ ഫ്രൈ അല്ല എന്നാലും കുറച്ചൊന്ന് ഡ്രൈ ആക്കി ഫ്രൈ ആക്കി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അവർ വരുമ്പോൾ അവർ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ അവർക്ക് കഴിക്കാമല്ലോ. അതും ചെയ്യാം, എനിക്കും കഴിക്കാം അല്ലേ. അപ്പം അങ്ങനെ ചെയ്യും. എന്തായാലും അത് റെഡി ആവട്ടെ. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഈ ഒരു വയ്യായിക ഇടയ്ക്കിടയ്ക്ക് വരുന്നതെന്ന് അറിയത്തില്ല കേട്ടോ പ്രോപ്പറായിട്ട്. ബട്ട് അത് ഇവിടെ ഓൾറെഡി 1-2 പേർക്ക് പനി വന്നു. ഒരാൾക്ക് വന്നു, അയാൾക്ക് വന്ന് കുറച്ചു ഒരു 10-20 ദിവസം കഴിഞ്ഞിട്ടാണ് അടുത്തൊരാൾക്ക് വരുന്നത്. അപ്പോഴും മറ്റേ ആദ്യം വന്ന ആൾക്ക് പനി മാറിയിട്ടില്ല. അപ്പോൾ രണ്ടാമതൊരാൾക്ക് വന്നു, അത് കഴിഞ്ഞ് 2 ദിവസത്തിനകത്ത് എനിക്കും വന്നു. പനി ഹെവി പനിയായിട്ടില്ല കേട്ടോ, പക്ഷേ ഒരു തലവേദനയും ജലദോഷം കാരണം ശ്വാസം പ്രോപ്പറായിട്ട് മൂക്കിലൂടെ എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരവസ്ഥ. അതുകൊണ്ടാണേ. പിന്നെ ഞാൻ ഇപ്പോൾ എന്തായാലും വിചാരിക്കുന്നു ഇപ്പോൾ ഒരു കുറച്ച് വലിയ പ്രശ്നമില്ലാതെ ഇരിക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഉച്ചയ്ക്ക് ശേഷം അങ്ങ് ഡ്യൂട്ടിക്ക് പോയാലോ എന്ന് ആലോചിക്കുന്നു. കാര്യം ഫുൾ ഡേ ലീവ് എടുത്താൽ ഫുൾ ഡേ സാലറി കട്ടാവില്ലേ. അപ്പോൾ അങ്ങനെയൊരു സാലറി വെറുതെ കളയണ്ടല്ലോ. കാരണം വലിയ വിഷയമില്ലെന്ന് തോന്നുന്നു. എന്തായാലും നോക്കട്ടെ, അടുത്ത ജോലി ഉച്ചയ്ക്ക് ശേഷം 2 മണിക്കാണ് ഡ്യൂട്ടി കയറേണ്ടത്. അപ്പോൾ അതിന് മുമ്പ് ഓ മൈ ഗാഡ്, നിങ്ങൾക്കൊരു സംഭവം കാണണോ? കണ്ടോ? ഈ ഡോറ് തനിയെ തുറക്കുകയും അടയുകയും ചെയ്യുന്നു. എന്താ റീസൺ എന്ന് വെച്ചാൽ നമ്മുടെ ഈ ജനൽ തുറന്ന് കിടക്കുന്നതാണ് കാരണം. നിങ്ങളെന്ത് കരുതി പ്രേതമാണെന്നോ? പ്രേതവും ബാധയും ഭൂതയൊന്നും ഈ ദുബായിലില്ല കേട്ടോ, അതൊക്കെ നമ്മുടെ നാട്ടിലേ ഉള്ളൂ. അപ്പോൾ ഇത് നേരെ ഇതിങ്ങനെ അടച്ച് ലോക്ക് ചെയ്ത് വെച്ചിരുന്ന ആ പ്രശ്നം വരില്ല. ആ ഒരു ജനൽ തുറന്നിട്ടേക്കുന്നുണ്ടാണ് കേട്ടോ. അയ്യോ, ചിരിക്കാൻ വയ്യ, അത്ര അങ്ങോട്ട് ആക്റ്റീവ് ആവാനും പറ്റുന്നില്ല. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ആ ബീഫ് എന്താണെന്ന് നോക്കട്ടെ. അതിനുശേഷം നമുക്ക് ആ ബീഫ് എടുത്ത് സെറ്റ് ചെയ്യാം. അതുവരേക്കും നമുക്ക് പോയി കിടക്കാം, റെസ്റ്റ് എടുക്കാം. റെസ്റ്റ് എടുത്താൽ നമുക്ക് ശരീരത്തിൻ്റെ റെസ്റ്റ് കിട്ടുമ്പോൾ ഈ പറയുന്ന അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ ഒന്ന് കുറഞ്ഞു കിട്ടുമെന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങളും അങ്ങനെ തന്നെ കരുതണം. ശരിയല്ലേ? ശരിയാണ്. എന്തായാലും കുറച്ച് സമയവും കാര്യങ്ങളും ഇന്നിപ്പം നമുക്ക് അവൈലബിൾ ആണ്. കുറച്ച് താടിയും മീശയൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്താലോ. മീൻസ് ഇത് കണ്ടോ ഒരു വളവ്, ഇതെന്തിനാ ഈ ഒരു വളവ്? ഇവിടെ അതില്ല, എന്താ അതങ്ങനെ? അതും പിന്നെ കുറച്ച് താടിയൊന്ന് വളർന്നിട്ട് നമുക്കൊന്ന് ഡ്രിം ചെയ്തേക്കാം. ഞാൻ ആക്ച്വലി ഇവിടെയൊക്കെ ഒരു അഴുക്കുണ്ട് കേട്ടോ, ഗ്ലാസ്സിലൊക്കെ ഇല്ല അഴുക്ക് പോലും ഉണ്ട്. അപ്പം അതൊന്നും ഞാൻ ചെയ്യാൻ നിൽക്കുന്നില്ല കേട്ടോ, എനിക്ക് വയ്യ അപ്പം, ഇന്നിപ്പോൾ ഒന്നിനും വയ്യ. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ സംഭവം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ നിങ്ങൾക്കിത് പ്രോപ്പറായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്നത്. ഇതൊരു ചെറിയ കൺജസ്റ്റഡ് ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. നമുക്ക് കാണാൻ നിങ്ങൾ കണ്ടിട്ടിപ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. ബട്ട് ഇപ്പം ഞാൻ 3-ലിട്ടിട്ട് നമുക്കൊന്ന് താടി മൊത്തത്തിൽ ഒന്ന് ട്രിം ചെയ്ത് നോക്കാം. ഷർട്ടിലൊക്കെ ആവുമോ?
ഈ എന്തിനാ അത് ഡ്രിം ചെയ്യുന്നതെന്നറിയോ? മൊത്തം അങ്ങ് എടുക്കാൻ വേണ്ടിയിട്ടല്ല. ഇനി ഇടയ്ക്കും മുറയ്ക്കുമൊക്കെ ചില മുടി അഹങ്കാരികളാണ്. അവന്മാർ നീളത്തിൽ വളർന്നിരിക്കും. അവന്മാരെ ഈ ഒരേ ലെവലിലാക്കാൻ വേണ്ടിയാണ്, അല്ലാതൊന്നല്ലേ. കണ്ടില്ലേ മൊത്തം കിരികിരാന്ന് എൻ്റെ കയ്യിൽ കട്ടായി വീണേക്കുന്നതാണ്. കിരികിരാ. ഇങ്ങനെ ഞാൻ ചെയ്തപ്പോഴേ എനിക്കൊരു കാര്യം ഓർമ്മ വന്നു. ഞാൻ ഈ ഡ്രിമ്മറിൻ്റെ ശബ്ദം കാരണം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ എന്നെനിക്ക് അറിയത്തില്ല. എന്നാലും ഞാൻ പറയുക, ഇതിങ്ങനെ കട്ട് ചെയ്തപ്പോഴേ എനിക്കൊരു കാര്യം ഓർമ്മ വന്നു. നാട്ടിൽ കൊറോണ സമയമുണ്ടല്ലോ, കൊറോണ സമയത്ത് എൻ്റെ അച്ഛൻ വീട്ടിലുണ്ട്. അതായത് ഞാനത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ, അത് കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അച്ഛൻ മരിച്ചുപോയി. ഓക്കെ, അപ്പോൾ കൊറോണ സമയത്ത് ഞങ്ങളൊക്കെ ഒരുമിച്ചുള്ള സമയത്ത് ഞാൻ ഈ ഡ്രിമ്മർ വെച്ചിട്ട് അച്ഛൻ്റെ മുടി ഇങ്ങനെ മുടിയൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഡ്രിം ചെയ്തിട്ട് എനിക്ക് അതാ ഓർമ്മ വന്നു കേട്ടോ. അച്ഛനെ ഞാനിങ്ങനെ മുറ്റത്തിരുത്തിയിട്ട് ഒരു കസേരയിൽ ഇരുത്തിയിട്ട് അച്ഛനിങ്ങനെ ഡ്രിം ചെയ്ത് കൊടുക്കും. ഇതിപ്പോൾ ആക്ച്വലി മുടിയും താടിയൊക്കെ നമ്മൾ വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുളിക്കേണ്ടുന്ന ഒരിതുണ്ട്. കാര്യം ശരീരത്തൊക്കെ ഈ രോമങ്ങൾ ഇങ്ങനെ കാണും കേട്ടോ, ഈ കട്ട് ചെയ്ത് വീഴുന്നത്. ഞാനെന്നാൽ ഇപ്പം കുളിക്കാൻ പറ്റിയ ഒരു കണ്ടീഷനും അല്ല. കാര്യം വേറൊന്നുമല്ല, ഒരു ജലദോഷവും ഇതൊക്കെ നിൽക്കുന്നുണ്ട്. നമ്മൾ കുളിച്ച് കഴിഞ്ഞാൽ എന്താവും, ഇനി അത് കൂടുമോ ഒന്നും അറിയത്തില്ല. ഞാൻ അധികം അങ്ങനെ ബാർബർ ഷോപ്പിൽ പോയിട്ടില്ലെന്ന് വേണം പറയാൻ. പോലെയില്ല. എന്നോട് ആരൊക്കെ ചോദിച്ചിട്ടുണ്ട്, നീ എന്തിനായി പിശിക്കുന്നതെന്ന്. പിശിക്കുന്നതൊന്നല്ല കേട്ടോ, അങ്ങനെ പിശുക്കുള്ള ഒരാളല്ല ഞാൻ. പക്ഷേ എന്നുകൊണ്ട് ഇപ്പോൾ അങ്ങനെ അധികം പൈസ ചിലവാക്കലുമില്ല, അത് വേറെ കാര്യം. എന്നാലും മുടി വെട്ടുന്നതിനൊന്നും പൈസ കളയുന്നതിന് എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ മുടി വെട്ടാൻ ഞാൻ അങ്ങനെ പൈസ ഇപ്പം ചിലവാക്കാറില്ല. മുടി വെട്ടാൻ ബാർബർ ഷോപ്പിലോട്ട് ഞാൻ പോകാറുമില്ല. അത് എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ ചെറുതായിട്ട് ഈ ഡ്രിമ്മർ വെച്ചിട്ട് തന്നെ മുടി ഇങ്ങനെ ബാക്കിലൂടെ ഒന്ന് ഇങ്ങനെ ഒരു 12-ലിട്ടിട്ട് മൊത്തത്തിൽ ഒന്ന് ഓടിച്ചങ്ങ് വിടും. അപ്പോൾ ഒരേ ലെവലിൽ നിൽക്കും. അങ്ങനെ ചെയ്യുന്ന. പിന്നെ പോകണമെന്നുണ്ട് കേട്ടോ ബാർബർ ഷോപ്പിൽ. പക്ഷെ ഇവിടെ അങ്ങ് നമ്മൾ ചെല്ലുമ്പോഴൊക്കെ അങ്ങ് ക്യൂവാണ്. ആൾക്കാരവിടെ നിന്ന് പയ്യെ വെട്ടി. ഒരു വട്ടം ഞാൻ പോയെന്ന് തോന്നുന്നു. ഒരു വട്ടം എന്തോ ഞാനൊന്ന് പോയിട്ടുണ്ട്. ശരിയാ ഒരു വട്ടം ഒന്ന് ഒതുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് ഒതുക്കാൻ. പിന്നെ മുടിയെല്ലാം പൊഴിഞ്ഞൊക്കെ പോകുന്നത് കൊണ്ടും ഞാൻ അധികം ഇപ്പം ഇതൊക്കെ മതി എന്നൊക്കെ വിചാരിച്ചങ്ങ് നിൽക്കും. മീശ ട്രിം ചെയ്തില്ല അല്ലയോ, നമുക്ക് അതും കൂടെ ഒന്ന് സെറ്റാക്കാം. ഇതിവിടെ എന്താണെന്ന് വെച്ചാൽ മീശയുടെ കൂട്ടത്തിലല്ലാതെ പുറത്തിറങ്ങിയ ആൾക്കാന്മാർ ക്ലിക്ക് ചെയ്യും. അപ്പോൾ അവരെ ഒന്ന് വെട്ടിക്കളയുന്നില്ല. അതൊക്കെ ഉള്ളൂ, വലിയ വിഷയമില്ല. ഇവിടുത്തെ ഒരു വളവ് അതെങ്ങനെ മാറ്റേണ്ടത് എനിക്കറിയില്ല. എന്നാലും വേണമെങ്കിൽ അവിടെ നിന്ന് 1-2 ഒന്ന് വെട്ടിക്കളയാം, മതിയാവും. നല്ല ചൂടുണ്ട് കേട്ടോ, ഇവിടുത്തെ വെയിൽ താങ്ക മുടിയാതെ. നമ്മൾ നാട്ടിൽ വെയിലൊക്കെ ചെറുതായിട്ട് വന്നപ്പോഴത്തേക്കും എല്ലാവരും, ചെറുതായിട്ടല്ല നല്ലപോലെ വന്നു എന്നറിയാം, ഭയങ്കര വെയിലാണ് ചൂടാണ് അങ്ങനെ പറഞ്ഞില്ലേ. ഇവിടുത്തെ വെയിലും അതുപോലെയൊക്കെ തന്നെ, അതുമല്ല അതിനേക്കാളും ആണെന്നേ പറയാൻ പറ്റും. ജസ്റ്റ് പോയിട്ട് കഴുത്തൊക്കെ ഒന്ന് കഴുകി മുഖമൊക്കെ ഒന്ന് കഴുകുക. അല്ല ഇവിടെ തന്നെ കഴുകുകയല്ലേ. അപ്പോൾ പിന്നെ ഷർട്ടൊന്ന് ഊരണമെന്നുണ്ട് കേട്ടോ, പക്ഷേ ഊരുന്നില്ല. ആരോ ചെറിയ ബട്ടൺ ഊരാം. എന്താ വെച്ചാൽ നമ്മൾ വീഡിയോ എടുക്കുമല്ലേ. ഞാൻ മുമ്പൊക്കെ അങ്ങനെ വലിയ കെയറൊന്നും അങ്ങനെ നോക്കിയിട്ടില്ല. ഷർട്ട് ഊരുന്ന വീഡിയോ ചെയ്യുമല്ലയോ അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. ആരോ 1-2 പേരൊക്കെ കമൻറ്റിലൊക്കെ പറഞ്ഞു ഷർട്ടൊക്കെ ഊരിയിട്ട് എന്താ കാണിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് ഞാൻ അതിന് ശേഷം പിന്നെ ശ്രദ്ധിക്കാറുണ്ട്. ഇത് വല്ല തുണിയോ വെച്ച് തുടച്ചാലേ പോളം പോകും അല്ലയോ. പോകുന്നില്ല. കുളിക്കേണ്ടി വരുമെന്ന് അതുകൊണ്ടാണ്. ഉച്ചയ്ക്ക് ശേഷം ഡ്യൂട്ടിക്കും പോയാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. പക്ഷേ കുളിച്ച് കഴിഞ്ഞാലേ അറിയില്ല, നീ ജലദോഷം കയറി കൂടുകയും ചെയ്യുമെന്ന് അറിയത്തില്ല. പക്ഷെ എനിക്ക് കുളിക്കാതെ എങ്ങും പോകുന്നത് ഇഷ്ടമല്ല. എന്ത് ചെയ്യാൻ പറ്റും, എൻ്റെ ഓരോ ശീലങ്ങളെ. അത്യാവശ്യം കുഴപ്പമില്ലല്ലോ. ഓക്കെ, മതി. ബാ. 1 മണിയാവാൻ പോകുന്നേ. ഏകദേശം 1 മണിക്കൂർ ആവാറായി നമ്മൾ ആ ബീഫ് വെള്ളത്തിലോട്ട് വെച്ചിട്ട്. ഇപ്പോഴും അത് നല്ല കട്ടി കാണിച്ചു തരാം.
അമ്മേ എൻ്റെ മോനെ, ഇത് പാറയായിട്ടിരിക്കുന്നു ഇപ്പോഴും. 2-3 മണിക്കൂറൂടെയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ആ ബീഫൊന്ന് എടുത്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. അതൊന്ന് സെറ്റായി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതെടുത്തൊന്ന് അടിപൊളിയായിട്ടൊന്ന് ഡ്രൈ ഫ്രൈ ചെയ്ത് വെക്കാം. ഓക്കെ, വെച്ചിട്ട് എല്ലാവരും കഴിക്കട്ടെ. ഞാനും കുറച്ചൊന്ന് കഴിക്കാം. കുറച്ച് അധികം കഴിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. കാര്യം ഈ ഒരു ജലദോഷം ഇതൊക്കെ ഉള്ളതുകൊണ്ട് എനിക്കറിയില്ല ടേസ്റ്റൊക്കെ കിട്ടുമെന്ന്. കിട്ടുമെങ്കിൽ കഴിക്കും, അല്ലെങ്കിൽ നമ്മൾ ടേസ്റ്റായിട്ട് അവർക്ക് ഉണ്ടാക്കി കൊടുക്കും. ഓക്കെ. അയ്യോ, ഞാനുണ്ടല്ലോ കുറേ നേരം ഒരു എത്ര മണിക്കാണ് 1:30 ആയപ്പോൾ ഒന്ന് ഉറങ്ങിയതാണ് കേട്ടോ. ഇപ്പോൾ 3:30, 2 മണിക്കൂർ ഞാൻ കിടന്നങ്ങ് ഉറങ്ങി. ഇപ്പോൾ ഒരു ആശ്വാസമുണ്ട്, തലയൊക്കെ ഒരു ആശ്വാസമുണ്ട്. ആൻഡ് നമുക്കെന്തായാലും നമ്മുടെ ബീഫ് എടുത്ത് സെറ്റാക്കാമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നോക്കാം ബീഫിൻ്റെ അവസ്ഥ എന്താണ്. വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാ, വെള്ളത്തിലാശാനാ. ബാ. ഈ സൈഡ് ഞാൻ വെള്ളത്തിൽ താഴ്ത്തി വെച്ചിരുന്ന സൈഡാണ് കേട്ടോ. അത് നല്ല പോലെ ആയിട്ടുണ്ട്. ഈ സൈഡ് കുറച്ച് മുമ്പ് ഒന്ന് വന്ന് ഞാൻ താഴ്ത്തി വെച്ചതേ ഉള്ളൂ. അവിടെ ഇപ്പോഴും ഒരു കട്ടിയായിട്ട് തന്നെ ഇരിക്കുകയാണ്. അത് നമുക്ക് ഇടിച്ച് പൊടിച്ചെങ്ങാനും എടുക്കാം അല്ലേ. ഈ സൈഡ് എന്തായാലും പൊളിച്ചെടുക്കാം. ഞാനെന്തായാലും ഈ പ്ലേറ്റിലോട്ടൊന്ന് ഇങ്ങനെ തട്ടിയിട്ട് നോക്കാം എന്താ അവസ്ഥ എന്നുള്ളത്. ഈ സൈഡ് ഇതാ വെള്ളം മുങ്ങി കിടന്ന സൈഡ് നല്ല പോലെ എല്ലാ പീസും സെപ്പറേറ്റ് ഇളകിയിട്ടുണ്ട്. ഈ സൈഡ് ഇളകിയിട്ടില്ല. അത് പക്ഷെ കുഴപ്പമില്ല, ഒത്തിരി നേരം ആയതുകൊണ്ട് ചിലപ്പോൾ ഒരു മയം കാണും. നമുക്ക് മാക്സിമം പൊളിച്ചെടുക്കാൻ പറ്റുമെന്ന് കരുതുന്നു. ഇതിലോട്ട് തട്ടാം. ഇത് ഒരുപാടുണ്ട് കേട്ടോ. ഇത് സംഗതി ഇത് കുറേ ഉണ്ട്, കണ്ടില്ലേ. ഇത് നല്ലപോലെ ചെയ്ത് വെച്ചേക്കുക കേട്ടോ. അടിപൊളിയായിട്ട് ഫ്രൈ ആക്കി വെച്ചേക്കുക. വെള്ളത്തിൽ ഇരുന്ന് ഇളകിയ ഭാഗം ഉണ്ടല്ലോ, ഇത് കണ്ടോ, അല്ലാത്ത ഭാഗം കണ്ടോ ഇരിക്കുന്നത്. അത് പക്ഷെ പൊഴിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. നല്ല കിടിലൻ ബീഫെന്ന് വെച്ചാൽ പോരാ, അടിപൊളി കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല പോലെ ചെയ്തു വെച്ചേക്കുന്നത്. ഇതൊന്ന് ജസ്റ്റ് ചൂടാക്കിയാൽ മതി. ഇത് വേറെ ഒന്നും ചേർക്കണമെന്നില്ല. നല്ല പാകത്തിന് ഉപ്പും ഉണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. സൂപ്പർ. പിന്നെ ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ, ഇത് ഒത്തിരി ഉണ്ട്. ഇതെന്തായാലും മിന്നിച്ച്. ഇത് എനിക്കൊന്ന് കുറച്ചുകൂടെ വെള്ളത്തിലോട്ട് ഇട്ട് വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പം നല്ലപോലെ ഫ്രീ ആയിട്ട് ഇളകി വരും. വെള്ളത്തിൽ തന്നെ കിടക്കട്ടെ. ഇത് ഇത്രയും സെറ്റ്. എൻ്റെ മോനെ, ഇത് തോനെയുണ്ട്. നിങ്ങളിത് കണ്ടോ? സീരിയസ് പൊളിച്ചില്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബീഫ്. നല്ലപോലെ ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ഇങ്ങനെ വറുത്ത് നല്ല അടിപൊളിയായിട്ട് വറുത്ത് വെച്ചാലേ കറക്റ്റ് എരിയും എല്ലാം ഉണ്ട്. ഇത് വേറെ ഒന്നും ചെയ്യാല്ല കേട്ടോ. ഇത് നല്ല സൂപ്പറായിട്ടിരിക്കുവാണ്. ഇതെടുത്ത് നമ്മളൊന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇതിനകത്ത് വേറെ കാര്യമായിട്ടല്ലാതെ ഒന്നും ചെയ്തത്. വേണമെങ്കിൽ ഇച്ചിരി പെപ്പർ കേട്ടോ. ഞാൻ മിക്കവാറും ഇത് മൊത്തം തിന്നൂല. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അടിപൊളി. കണ്ടോ, ഇന്ന് രാത്രി ഞാൻ പുട്ടുണ്ടാക്കും. പുട്ടും ബീഫും പൊളിക്കും. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും പെപ്പറും കൂടെ ഇട്ടിട്ട് കുക്കറിൽ വെച്ചൊരു അടി അടിക്കുക. 1-2 അടി അടിക്കുമ്പോഴത്തേക്ക് ഇവനെ സെറ്റായി നല്ല പൊളപ്പനാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. ഞാൻ യൂസ് ചെയ്യുന്ന കുക്കറാണ് കേട്ടോ. ഇതിനകത്ത് ഇത് 2 ലിറ്ററിൻ്റെ എങ്ങാണ്ടാണേ. ഇതിലിത് കൊള്ളോ അറിയില്ല, ഇട്ട് വെക്കാം. ഇനി വെള്ളമൊന്നും നമ്മൾ ചേർക്കത്തില്ല, ഒന്നുമില്ല. ജസ്റ്റ് ഇതങ്ങോട്ട് ഇടും, കുറച്ച് വെളിച്ചെണ്ണ അങ്ങ് ഒഴിക്കും, 2 അടി, കുറച്ച് പെപ്പർ കൂടെ ഇട്ടിട്ട് 2-3 അടി അടിച്ചാൽ മതി. വേവിനൊന്നും ഒരു കുറവില്ല കേട്ടോ. നല്ല പോലെ വേവിച്ച് വെച്ചേക്കുക. ഇല്ല വേവ് കുറവോ അങ്ങനെയൊന്നുമില്ല. കറക്റ്റ് ഈ ഒരു പ്ലേറ്റിൽ മൊത്തം ഇട്ടപ്പോൾ ഇത്ര. ഇനി ആ ബാലൻസ് ഇരിക്കുന്നതും കൂടി ഇട്ടാൽ ചിലപ്പോൾ നിങ്ങൾ കണ്ടോ ഇത്ര ഉണ്ട്. ഇനിയിപ്പോൾ ബാലൻസ് ഇരിക്കുന്നതും കൂടി ഇട്ടാൽ ഓക്കെ
അങ്ങ് നിറഞ്ഞങ്ങിരിക്കുമായിരിക്കും. അറിയില്ല അതുപോലെ ഇടണോ അതോ ഇത് മാത്രം വെച്ചടിക്കണോ, എങ്ങനെ എൻ്റെ അവസ്ഥ? എനിക്ക് സത്യമായിട്ടും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് മാത്രം വെച്ച് എന്തായാലും നമുക്ക് ഒന്ന് ചെയ്യുക, ആ വിസിലടിച്ചെടുക്കുക, ഒരു 2 വിസിലടുപ്പിച്ചെടുക്കുക, അടിച്ചു നോക്കാം. ഞാനേ കുക്കറിലെ വെച്ച കേട്ടോ, പക്ഷേ വിസിലടിക്കുന്നതിന് മുമ്പേ ഞാനൊന്ന് എടുത്തു നോക്കി, എന്താ അവസ്ഥ എന്നറിയത്തില്ല. ചെറുതായിട്ടൊന്ന് ചൂടായി എന്ന് ആയപ്പോഴേ ഇതിനകത്തൊരു ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാവില്ലേ, ആ ഒരു സമയമായപ്പോഴത്തേക്കും ഞാൻ അതൊന്ന് എടുത്ത് തുറന്നു നോക്കി. എൻ്റെ മോനെ ടിക്കറ്റ് സാധനം നോക്ക്. ഇത് കണ്ടോ നിങ്ങൾക്കിത് മനസ്സിലാവുന്നുണ്ടോ എൻ്റെ ഈ ആക്രാന്തം? എന്തിത്? എന്താ ക്ലാസ് ബീഫ്. എനിക്ക് ബീഫെന്ന് പറയുമ്പോഴേ അതിന് പതുപത ഇങ്ങനെ തൊടുമ്പം പറഞ്ഞു പോകുന്ന ബീഫ് ഇഷ്ടമല്ല. ഇത് ഒരു കട്ടി വേണം, അപ്പോഴൊരു സുഖം. മോനെ വേണേ ഇത് പൊളിച്ച് ഒരു രക്ഷയില്ല കേട്ടോ ഐറ്റം. അമ്മാതിരി അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തായാലും ഷാമിലിൻ്റെ ഫാമിലിക്ക് ഒരു വലിയ നന്ദി എന്ന് പറഞ്ഞാൽ ഞാൻ വെറുതെ പറയുന്നല്ല, ഇത് അത്രയും അടിപൊളി കേട്ടോ. ആ എരിയും ഉണ്ട്, എരിയും ഉപ്പും ഒക്കെ എനിക്ക് പാകത്തിന്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിപ്പോൾ ഞാൻ എൻ്റെ ഒരു ടേസ്റ്റിന് എനിക്കിത് മോസ്റ്റ് ഏതാണോ ഇഷ്ടപ്പെടുന്ന ആ രീതിക്ക് ഉണ്ടാക്കിയതുപോലെ ഉണ്ട്. താങ്ക് യു. ഇതുപോലെ ഉണ്ടാക്കി കിട്ടിയാൽ ഞാൻ ഇരുന്ന് തിന്നു പോകും. ഹാപ്പി. ഇന്നൊരു പുട്ടുണ്ടാക്കുന്നു, പുട്ട് പ്ലസ് ബീഫും കൂടെ റാറ്റെ അടിയാ. ഞാനേ താഴെ ഡ്യൂട്ടിക്ക് പോയേക്കുന്ന കുറച്ച് പേരുണ്ട്, ഒരു ഫോട്ടോ എടുത്ത് ഗ്രൂപ്പിലോട്ട് ഇട്ടേക്കാം. ഗ്രൂപ്പൊന്നുമില്ല, ഞാനിപ്പോൾ തൽക്കാലം ഒരുത്തനെ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഓ മൈ ഗാഡ്, ഞാൻ കൈ വയ്ക്കുന്നു, കഴുകിയിട്ട് ഇതാ വരുന്നു. അപ്പോൾ അങ്ങനെ എന്തായാലും കിടിലം ബീഫാണ് കിട്ടിയേക്കുന്നത്. ഇനിയിപ്പോൾ അത് രാത്രിയിൽ എല്ലാവരും ഒക്കെ കഴിച്ച് തീർക്കും. ഓക്കെ, ഞാൻ ഇനിയിപ്പോൾ വൈകുന്നേരമായി, പുറത്തോട്ടൊന്നും പോകുന്നില്ല. ഈ ഒരു ജലദോഷം ഇതുള്ളതുകൊണ്ട് ഇപ്പോൾ ഈ നല്ലപോലെ ഞാൻ കിടന്ന് ഉറങ്ങി കേട്ടോ. 2 മണിക്കൂർ വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ എന്നൊക്കെ പറയത്തില്ലേ, എന്ന് പറയുമ്പോൾ ഞാൻ നല്ല ഉറക്കമായിരുന്നു. ആൻഡ് അത് നല്ലൊരു കാര്യമായിട്ട് കരുതുന്നു. ഇനി തൊട്ട് ഞാൻ ഈ ഉറക്കവും അതുപോലെ ഈ മൊബൈൽ യൂസും കൂടുതലാണ്. മൊബൈൽ യൂസ് എന്ന് വെച്ചാൽ ഈ വേറൊന്നുമല്ല കേട്ടോ, യൂട്യൂബ് വീഡിയോസ് അതുപോലെ ഇൻസ്റ്റഗ്രാമൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ഒത്തിരി അധികം ആയിരിക്കും. ഇനി അതൊക്കെ ഒന്ന് നല്ലപോലെ കുറയ്ക്കണം, കുറച്ചിട്ട് കയറി കിടന്ന് നല്ലപോലെ ഉറങ്ങണം, ഉറക്കത്തിന് മുൻഗണന കൊടുക്കണം എന്ന് കരുതുന്നു. കൊടുത്തേ പറ്റൂ. അപ്പോൾ കാരണം ഞാൻ ഈ 2 മണിക്കൂർ ഉറങ്ങിയപ്പോൾ എൻ്റെ ആ ഒരു വയ്യായിക, ആ ഒരു ക്ഷീണവും ആ ഒരു സാധനം എല്ലാം അങ്ങ് മാറി കിട്ടിയെന്ന്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു രാവിലെ ഞാൻ വീഡിയോ എടുത്തപ്പോൾ ഉള്ള ഒരു ഉഷാറിനേക്കാളും കുറച്ചും കൂടെ ഉഷാറായിരിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. എന്തുവായാലും ഞാനൊരു സുലൈമാനിയൊക്കെ ഇട്ട് കുടിച്ചിട്ട് പിന്നെ ഒന്ന് കുളിക്കാനും തോന്നുന്നു, ഇപ്പോൾ മനസ്സ് തോന്നുന്നു ഒന്ന് കുളിക്കാം. അപ്പോൾ ഒരു സുലൈമാനിയൊക്കെ ഇട്ട് കുടിച്ചിട്ട് ഒന്ന് കുളിച്ചിട്ട് ഫ്രഷായി വരാം. നമ്മുടെ കട്ടൻ ചായയെ അതിട്ട് തേയില വീഴാതെ ഇങ്ങനെ ഒഴിച്ചിട്ട് ഓക്കെ ബസ്സിനാ. വെളിയിൽ നല്ല ചൂടാണ്. ചൂടത്ത് വന്ന് ചൂട് കുടിക്കാനൊരു സുഖമൊന്നുമില്ല. പിന്നെ വേണമെങ്കിൽ നമുക്ക് തള്ളാം. എന്താ ഒരു അന്തസ്സ്. കട്ടൻ ബാൽക്കണിയിൽ നിന്നും പ്രകൃതിയുടെ സൗന്ദര്യമൊന്നുമില്ല, ബാൽക്കണിയിൽ നിന്നും ബിൽഡിങ്ങുകളൊക്കെ നോക്കി ആകാശത്തെ നീല നിറമൊക്കെ കണ്ട് ഇങ്ങനെ കുടിക്കാൻ എന്ത് രസമാണ്. ഇങ്ങനെ ഒരു തള്ളു വേണമെങ്കിൽ തള്ളാം, വലിയ രസമൊന്നുമില്ല. പിന്നെ കട്ടൻ കുടിക്കണമെന്നുള്ളതുകൊണ്ട് കുടിക്കാൻ മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇവിടെ നിന്ന് ഈ ചൂടും കൊണ്ട് ഇവിടെ ഒരു രസവും ആസ്വദിക്കാനില്ല, സത്യം. പുറത്തും ചൂട് അകത്തും ചൂട് സെറ്റപ്പ്. അപ്പോൾ ഇന്നത്തെ എന്തായാലും ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ വൈകിട്ട് ഞങ്ങൾ ഈ ബീഫ് എല്ലാം സെറ്റാക്കി വെച്ചേക്കാണ്. ഇപ്പോൾ സമയം 4 മണിയായി, 5, 6, 2.5 മണിക്കൂറല്ലേ 3 മണിക്കൂറൂടെ കഴിയുമ്പോൾ എല്ലാവരും റൂമിലെത്തും.
അപ്പോൾ ബീഫ് കഴിക്കുന്നവരെല്ലാം അതെടുത്ത് കഴിക്കും, ഞാനും കഴിക്കും കേട്ടോ, ഓഫ് കോഴ്സ്. അപ്പോൾ നമ്മളെല്ലാവരും ഇതൊക്കെ കഴിച്ച് ഫിനിഷ് ചെയ്യും. ഇന്ന് തന്നെ അത് തീർക്കും, അത് വേറെ കാര്യം, വെച്ചേക്കത്തൊന്നുമില്ല, ഇന്ന് തന്നെ ഫിനിഷ് ചെയ്യും. അങ്ങനെ ഇന്ന് തന്നെ ഇതെല്ലാം കാലിയാക്കിയിട്ട് ഞങ്ങളൊക്കെ കിടന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങും. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളും നല്ല സമാധാനവും സ്വസ്ഥവുമായി ഉറങ്ങണം കേട്ടോ. ഉറക്കം മസ്റ്റാണ്. ഉറക്കം ഒരു കാരണവശാലും ഒഴിവാക്കരുത്. നല്ല രീതിയിൽ ഉറങ്ങുക. ഉറങ്ങിക്കഴിഞ്ഞാൽ തന്നെ ശരീരത്തുള്ള എല്ലാ അസുഖങ്ങളുടെയും പകുതി സൂക്കേട് മാറിക്കിട്ടും എന്നാണ് ഞാനിപ്പോൾ കരുതുന്നത്. കാരണം ഞാനിപ്പോൾ ഒരു 2 മണിക്കൂർ ഇവിടെ ചൂടുണ്ടേ, അതുകൊണ്ടാണ് 2 മണിക്കൂറൊന്ന് നല്ല പോലെ, അതായത് പോത്തുറക്കം എന്നൊക്കെ പറയത്തില്ലേ, എന്ന രീതിയിലൊക്കെ ഉറങ്ങിയതേ ഉള്ളൂ. കംപ്ലീറ്റ് ഏതാണ്ട് ഒരു 70% എൻ്റെ ബോഡിയിലുണ്ടായിരുന്ന ക്ഷീണവും ആ ഒരു തലവേദനയും ആ ഒരു ജലദോഷം വരെ കുറഞ്ഞു എന്നുള്ളതാണ്. സോ ലിറ്ററലി എല്ലാവരും നന്നായിട്ട് കിടന്ന് ഉറങ്ങുക. ഇപ്പോൾ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ വയ്യായികയൊക്കെ വന്നാൽ ഒരു ദിവസത്തേക്ക് അങ്ങ് റെസ്റ്റ് ആക്കുക. ജോലി ഉണ്ടെങ്കിലും ബിസിനസ് ആണെങ്കിലും എന്താണെങ്കിലും ഒഴിവാക്കിയിട്ട് ഒരു ദിവസം അങ്ങ് റെസ്റ്റ് എടുത്താൽ ഇതെങ്ങനെ ചിലപ്പോൾ സോൾവായി മാറാൻ സാധ്യതയുണ്ട്. നാളെ ഇത് കൂടുമല്ലോ എന്ന് എനിക്കറിയത്തില്ല. എനിവേ ഇപ്പോൾ എനിക്ക് കുറവുണ്ട്, സമാധാനമുണ്ട്, സന്തോഷമുണ്ട്, ഐ എം ഹാപ്പി. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു ദിവസം കാണാം. സ്റ്റേ ട്യൂൺഡ് ആൻഡ് ടേക്ക് കെയർ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ബൈ.